everyone, welcome back to VAPS YouTube classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷന്റെ ബേസിക്സ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ നോക്കിയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അതിൽ ഒരു ക്വസ്റ്റ്യനും പിന്നെ റാഷണലൈസേഷൻ എന്താണെന്നുമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞാണ് നിർത്തിയത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റാഷണലൈസേഷൻ പഠിക്കാമെന്ന്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1. ഓക്കെ, അപ്പൊ നോക്കിയേ, √2 + 1 × √2 - 1. ഇത് ഏത് ഫോമിലാ കിടക്കുന്നേ? നിങ്ങൾ എവിടെയെങ്കിലും ഈ ഫോം കണ്ടിട്ടുണ്ടോ? ഇത് ഏത് ഫോമിലാ കിടക്കുന്നേ? a + b × a - b. ഏത് ഫോമിലാ കിടക്കുന്നേ? a + b × a - b, which is equal to നമുക്ക് ഐഡന്റിറ്റി അറിയാം. 8ൽ പഠിച്ച ഐഡന്റിറ്റി ആണ്. എന്താണ്? a + b × a - b = a² - b². അപ്പൊ ഈ മെത്തേഡിൽ കിടക്കുന്ന ഇതിനെ നമ്മൾ ഏത് ഫോമിലോട്ട് മാറ്റും? a² - b² ഫോമിലോട്ട് മാറ്റും. അതായത് √2² - 1² എന്നായിട്ട് മാറും. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? a + b × a - b = a² - b². നമ്മൾ ഐഡന്റിറ്റി അപ്ലൈ ചെയ്തതാണ്. ഓക്കെ അല്ലേ? ഇത് നോക്കിയേ, √2ന്റെ സ്ക്വയർ. √2ന്റെ സ്ക്വയർ ആരാ? 2 മൈനസ് 1ന്റെ സ്ക്വയർ ആരാ? 1. 2 - 1 1. അതല്ലേ നമ്മളടുത്ത് പ്രൂവ് ചെയ്യാൻ കിടന്നേ. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, LHS = നമുക്ക് ആരാണെന്ന് കിട്ടി? RHS ആണെന്ന് കിട്ടി. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ സെക്കൻഡ് എക്സസൈസിൽ റാഷണലൈസേഷൻ ചെയ്യാനുണ്ട്. റാഷണലൈസേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ 2 ടേം ഉള്ളതാണ് കിടക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഒരു ടേം ഉള്ള റാഷണലൈസേഷൻ ചെയ്ത് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഉള്ളതല്ല, അല്ലാണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടേക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, 1/√3. 1/√3. ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റി ന്യൂ നമ്പേഴ്സിൽ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഡിനോമിനേറ്ററിൽ ആരെ ഇടാൻ പാടില്ല? ഇറാഷണൽ നമ്പറിന് ഇടാൻ പാടില്ല അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ ഇറാഷണൽ നമ്പറിന് ഇടാൻ പാടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലെ ഇറാഷണൽ നമ്പറിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്ററിലെ ഇറാഷണൽ നമ്പറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അതേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിയേ, 1 × √3 √3 × √3 നമുക്കറിയാം. ഒരേപോലത്തെ റൂട്ടുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെയാണ് കിട്ടുക അല്ലെ? അപ്പൊ √3 × √3 നമുക്ക് എന്താണെന്ന് കിട്ടും? 3 ആണെന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ ഡിനോമിനേറ്ററിൽ ആരാണ്? റാഷണൽ നമ്പർ ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? ഒന്നും കൂടെ ചെയ്യാം. 5/√7. ഡിനോമിനേറ്ററിൽ ആരാണ് കിടക്കുന്നത്? ഇറാഷണൽ നമ്പർ ആണ്. ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ വരാൻ പാടുണ്ടോ? ഇല്ല. ഡിനോമിനേറ്ററിൽ ആര് വരാൻ പാടില്ല? ഇറാഷണൽ നമ്പർ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇറാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 × √7 5√7/√7 × √7 നമുക്ക് എന്ത് കിട്ടും? 7. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? ഇത് ജസ്റ്റ് ഒരു ടേം കൊണ്ട് നമ്മൾ റാഷണലൈസേഷൻ ചെയ്തതാണ്. നമുക്ക് 2 ടേം വെച്ചിട്ടാണ് റാഷണലൈസേഷൻ ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നോക്കിയേ, സെക്കൻഡ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 1/√2 - 1. ഇതിന്റെ up to 2 ഡെസിമൽ പ്ലേസ് വരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഡിനോമിനേറ്ററിൽ നമുക്ക് ആര് കിടപ്പുണ്ട്? ഇറാഷണൽ നമ്പർ കിടപ്പുണ്ട്. അപ്പൊ ഇറാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറാഷണൽ നമ്പറിനെ ചേഞ്ച് ചെയ്യണം, വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ഒരു പുതിയ ടേം ആണ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കിടക്കുന്ന ടേമിന്റെ ഓപ്പോസിറ്റ് സൈൻ. അതായത് എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ, 1 + √3 ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ അത് ആരായിട്ട് മാറും? 1 - √3. അതായത് ഓപ്പോസിറ്റ് സൈൻ കൊടുത്താൽ മതി, വേറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. എന്റെ നമ്പർ എന്ന് പറയുന്നത് ആരാണ്? √2 - 1. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ആരാണ്? √2 + 1. വേറെ ഒരു ചേഞ്ചും ഇല്ല. മൈനസ് ആരായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും
ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോ റാഷണലൈസേഷൻ ചെയ്യാൻ രണ്ട് ടേം വരുന്ന സമയത്ത് റാഷണലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇനി നോക്കിയേ, 1 into √2 plus 1 എന്താണ് കിട്ടാം? √2 plus 1 by ഇവിടെ എന്താ നമുക്ക് കിടക്കുന്നേ? a minus b into a plus b. ഏത് ഫോമിലാ കിടക്കുന്നേ? a minus b into a plus b which is equal to നമുക്കറിയാം a square minus b square ആണ്. അപ്പോ √2 minus 1 into √2 plus 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? √2 square minus 1 square. √2 square minus 1 square ഏത് ഫോമിലോട്ട് മാറിയടാ? a square minus b square ഫോമിലോട്ട് മാറി. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ന്യൂമറേറ്ററിൽ ചേഞ്ച് ഒന്നുമില്ല, √2 plus 1. ഡിനോമിനേറ്ററിലോ √2 സ്ക്വയർ. √2 സ്ക്വയർ ആരാ? 2 മൈനസ് 1 സ്ക്വയർ ആരാ? 1. അപ്പോ √2 plus 1 by 1 which is equal to √2 plus 1. up to 2 ഡെസിമൽ പ്ലേസിലോട്ട് നമ്മൾ മാറ്റണം. ടെക്സ്റ്റിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? √2ന്റെ വാല്യൂ കൊടുക്കണം. √2ന്റെ വാല്യൂ എത്രയാ? 1.41 പ്ലസ് 1 എനിക്ക് എത്രയാണെന്ന് കിട്ടി? 2.41 ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? അപ്പൊ നമ്മള് ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ കിടക്കുന്ന സമയത്ത് രണ്ട് ടേം ഉണ്ടെങ്കിൽ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. കോൺജുഗേറ്റ് എടുത്ത് സോൾവ് ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിയേ, 1 by √2 plus 1. ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് ആയിരുന്നു, വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം. 1 by √2 plus 1. ഞാൻ പറഞ്ഞു കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? എന്താ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്? കിടക്കുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈൻ. അപ്പൊ ഇവിടെ പ്ലസ് ആണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പോ 1 into √2 minus 1 എന്ത് കിട്ടും? √2 minus 1 by ഇവിടെ എന്താ കിടക്കുന്നേ? a plus b into a minus b which is equal to നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? a square minus b square. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ √2 minus 1 1 into √2 minus 1 √2 minus 1. ഡിനോമിനേറ്ററിൽ a plus b into a minus b അല്ലെ? √2 plus 1 into √2 minus 1 which is equal to √2 the whole square minus 1 square. ഏത് ഫോമിലോട്ട് മാറിയടാ? a square minus 1 square a square minus b square ലോട്ട് മാറി. ഇനി ഇവിടെ നോക്കിയേ, √2 minus 1 അതുപോലെ എഴുതി. √2ന്റെ സ്ക്വയർ ആരാ? 2 മൈനസ് 1ന്റെ സ്ക്വയർ ആരാ? 1. അപ്പൊ എന്ത് കിട്ടി? √2 minus 1 by 1 which is equal to √2 minus 1. up to 2 ഡെസിമൽ പ്ലേസിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് √2ന്റെ വാല്യൂ കൊടുക്കണം. വാല്യൂ ആരാ? 1.41 മൈനസ് 1 എന്ത് കിട്ടും? 0.41 ആണെന്ന് ആൻസർ കിട്ടും. റാഷണലൈസേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് നമുക്ക് പറയാം, ഓർമ്മിച്ച് നോക്കാം. ഒരു ടേമേ ഉള്ളൂവെങ്കിൽ നമ്മൾ അതേ ഇറാഷണൽ നമ്പറിനെ തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇറാഷണൽ നമ്പറിന്റെ കൂടെ ഒരു ടേമും കൂടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ √2 minus 1 രണ്ട് ടേം ഇല്ലേ? അങ്ങനെ രണ്ട് ടേം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. എന്താ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്? കിടക്കുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യുന്നു. റാഷണലൈസേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. 1-2 വട്ടം ചെയ്തു നോക്കുക, കുറച്ചുകൂടെ നമ്പേഴ്സ് മാറ്റിയിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.